ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനമായ കാര്യമാണ്. എങ്ങനെ നന്നായി സംസാരിക്കാം. നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു ഇമേജ് ഉണ്ടാക്കും. ചില വാക്കുകൾ നമ്മൾ പറയരുത്. അതിന് പകരം നമ്മൾ നല്ലൊരു രീതിയിൽ പറയാൻ പഠിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ആരുടെങ്കിലും മിണ്ടാതെ ഇരിക്കൂ എന്ന് പറയാനായിട്ട് കീപ് ക്വയറ്റ് എന്ന് പറയും. പക്ഷേ അങ്ങനെ പറയരുത്. ഇത് കേൾക്കുന്ന ആളിന് വേദന ഉണ്ടാക്കും. അതിന് പകരം ഒരു നിമിഷം കേൾക്കാമോ, അതിന് വേണ്ടിയിട്ട് ക്യാൻ യു ലിസൺ ഫോർ എ മൊമെൻറ്റ് എന്ന് പറയാം. ഇത് മര്യാദയോട് കൂടി പറയുന്നതാണ്. ഇനി രണ്ടാമത്, താരതമ്യം ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, നീ അവനെ പോലെയല്ല എന്ന് നമ്മൾ ആരോടെങ്കിലും പറയുവാണെങ്കിൽ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? യു ആർ നോട്ട് ലൈക്ക് ഹിം. ഇതൊരു വ്യക്തിയുടെ ആത്മവിശ്വാസം കുറയ്ക്കും. അതിനു പകരം നിനക്കിത് കൂടുതൽ നന്നായി ചെയ്യാമെന്ന് പറയുക. യു ക്യാൻ ഡു ദിസ് ഈവൻ ബെറ്റർ. ഇനി മൂന്നാമത്, കുറ്റം പറയുന്ന രീതി തെറ്റാണ്. ഫോർ എക്സാമ്പിൾ, നീ കാരണമാണ് ഇത് സംഭവിച്ചത്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദിസ് ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് യു. ഇത് ബ്ലെയിമിങ് ചെയ്യുന്ന പോലെയാണ്, അവരെ കുറ്റപ്പെടുത്തുന്നത് പോലെ അവർക്ക് തോന്നും. സോ നമുക്ക് അതിന് പകരം നമുക്കിത് ശരിയാക്കാൻ നോക്കാമെന്ന് പറയാം. എങ്ങനെയാണ്? ലെറ്റ് us try to fix this. ഇനി നിനക്ക് ഇതും അറിയില്ലേ എന്ന് ആരുടെങ്കിലും നമ്മളിങ്ങനെ ചോദിക്കത്തില്ലേ? അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക? ഡോണ്ട് യു ഈവൻ നോ ദിസ്. ഇതവരെ താഴ്ത്തുന്ന വാക്കാണ്. സോ അതിന് പകരം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറയുക. ഐ വിൽ എക്സ്പ്ലെയിൻ. ഇതവർക്ക് വളരെ ഉപകാരമായിരിക്കും. ഇനി ദേഷ്യം വരുമ്പോഴും നമ്മൾ വാക്കുകൾ സൂക്ഷിക്കാൻ പഠിക്കണം. ദേഷ്യം വന്നാൽ നമ്മൾ തെറ്റായ വാക്കുകൾ പറയും അല്ലേ? സോറി പറയാൻ മടിക്കരുത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് വേർഡ്സ് നോക്കാം. ദയവായി, പ്ലീസ്, നന്ദി, താങ്ക് യു, ക്ഷമിക്കണം, എക്സ്ക്യൂസ് മീ, സോറി അല്ലെങ്കിൽ ഫോർഗീവ് മീ എന്ന് പറയാം. സഹായിക്കാമോ, ക്യാൻ യു ഹെൽപ്പ്, നന്നായി ചെയ്തു, വെൽ. ഇനി എനിക്കിത് മനസ്സിലായില്ല എന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ ഒരാളോട് പറയത്തില്ലേ? അത് ഇംഗ്ലീഷിൽ ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് എന്ന് പറയാം. പക്ഷേ അങ്ങനെ പറയുന്നതിന് പകരം കുറച്ചുകൂടെ പൊളൈറ്റായിട്ടുള്ള രീതിയിൽ ദയവായി ഒരു പ്രാവശ്യം കൂടി പറയാമോ എന്ന് പറയാം. എങ്ങനെയാണ്? ക്യാൻ യു പ്ലീസ് സേ ഇറ്റ് ഓൺസ് മോർ. എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കത്തില്ലേ, ഇത് സത്യമാണോ? അതിന് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക? ഇസ് ഇറ്റ് ട്രൂ. ഇനി ഇത് ആവശ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഈസ് ഇറ്റ് നെസസറി. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.